നമസ്കാരം. വോട്ട് കൊള്ളയ്ക്കെതിരെ വലിയ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ്. വെബ്സൈറ്റ് തുറന്ന് രാഹുൽ ഗാന്ധി. ആരോപണങ്ങളിൽ രേഖകൾ ഹാജരാക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ്. വോട്ടിൽ യുദ്ധമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ വി എസ് സുനിൽകുമാർ CPI-യിൽ നിന്ന്, അഡ്വക്കേറ്റ് എം ലിജു കോൺഗ്രസിൽ നിന്ന്, ശ്രീ ഉല്ലാസ് ബാബു BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് MR അഭിലാഷ് നിയമവിദഗ്ധൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഡ്വക്കേറ്റ് എം ലിജു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം അത്. അഡ്വക്കേറ്റ് എം ലിജു, ഇതിപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ ആവശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ നേർക്കുണ്ടാകുന്നത്. ഇതിലിപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പരാതികളിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ രേഖകൾ പോലുമല്ല അദ്ദേഹം ഇതിനാസ്പദമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നതടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് രേഖകൾ തിരിച്ചാവശ്യപ്പെടുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. രേഖകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണ് എന്നതാണ് അതിന്റെ ആധികാരികതയുടെ അടിസ്ഥാനം. അത് ഉപയോഗിച്ചല്ല എന്ന് പറയുമ്പോൾ ആ പത്രസമ്മേളനത്തിനോ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്കോ തന്നെ ആധികാരികതയില്ലെന്ന് പറയാൻ ശ്രമിക്കുകയാണോ? മാധു, എനിക്ക് കുറച്ച് സമയം തരണം സംസാരിക്കാൻ വേണ്ടി. ഞാൻ ആദ്യം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്ന് വ്യക്തമാക്കാം. അദ്ദേഹം മഹാദേവപുര നിയോജക മണ്ഡലത്തിൽ, അതായത് ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയോജക മണ്ഡലത്തിൽ 1,250 വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്നുള്ളതാണ് ഒരു സ്പെസിമെനായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതെ ഒരു സ്ഥലത്ത് വോട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു സ്ഥലത്തും വോട്ടുള്ള 11,965 പേർ, ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സിലുള്ള 40,009 പേർ, ബൾക്ക് വോട്ടേഴ്സിന് ഒരു വീട്ടിൽ തന്നെ 80ഉം 100ഉം വോട്ടർമാരെ ചേർക്കുന്ന 10,482 ആളുകൾ, ഇൻവാലിഡ് ഫോട്ടോസ് ഒന്നുമില്ലാത്ത 4,132 ആളുകൾ, മിസ്യൂസ് ഓഫ് ഫോം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന എൻറോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോം 6 ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള വളരെ പ്രായം കൂടിയ ആളുകളെ ചേർക്കുന്ന 33,692 വോട്ടുകൾ. ഇതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 തരം വോട്ട് ചേർച്ചകൾ. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വനിത 2 സ്ഥലത്ത് വോട്ട് ചെയ്തേക്കുന്നത്, അവർക്ക് 4 സ്ഥലങ്ങളിൽ അവർക്ക് 2 സ്ഥലങ്ങളിൽ അവർക്ക് വോട്ടുണ്ട്. അതിൽ ബൂത്ത് നമ്പർ 341-ൽ 1042-ലും 1226-ലും ശകുൻ റാണി വോട്ട് ചെയ്തു എന്നൊരു ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് 5 പ്രധാന പോയിന്റുകളിലായി പറഞ്ഞിരിക്കുകയാണ്. ഇൻ യുവർ പ്രസ് കോൺഫറൻസ് യു ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഡോക്യുമെന്റ് ഷോൺ യുവർ പ്രസന്റേഷൻ ആർ ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. യു ഹാവ് സെഡ് ദിസ് ഈസ് ഇലക്ഷൻ ഡേറ്റ. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് കാണിച്ചിട്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റയാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, യു ഹാവ് ആൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ആസ് പെർ ദ റെക്കോർഡ്സ് ഗിവൺ ബൈ ദ പോളിംഗ് ഓഫീസർ ശ്രീമതി ശകുൻ റാണി ഹാസ് വോട്ടഡ് ട്വൈസ്. യു ഹാവ് സെഡ് ഇലക്ഷൻ കമ്മീഷൻ ID കാർഡ് പെർ വോട്ട് ലഗായെ വോചോ അങ്ങനെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടിയായി 3ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുകയാണ്, ഓൺ ഇൻക്വയറി ശ്രീമതി ശകുൻ റാണി ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി ഹാസ് വോട്ടഡ് ഓൺലി വൺസ് ആൻഡ് നോട്ട് ട്വൈസ് ആസ് അലക്ട് ബൈ യു. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞത് തെറ്റാണ്. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ശകുൻ റാണിയെ ചെന്ന് സമീപിച്ചു. ശകുൻ റാണി എന്ന് പറയുന്ന ഈ വനിത പറഞ്ഞിരിക്കുകയാണ്, ഞാൻ 2 തവണ വോട്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രായം പ്രകാരം ശകുൻ റാണിക്ക് 70 വയസ്സുണ്ട്. ഈ ശകുൻ റാണി ആസൂത്രിതമായി 2 തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചേർത്ത് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്ത് അടുത്ത സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ ആരോപണം. ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ പറഞ്ഞിരിക്കുന്നത് ശകുൻ റാണിയെ ഒരേ പേരിൽ 2ാമത് വോട്ട് ചേർത്തു. ശകുൻ റാണിയുടെ ഒറിജിനൽ വോട്ട് കൂടാതെ 2ാമത് വോട്ട് ചെയ്യപ്പെട്ടു. അത് ശകുൻ റാണി ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ശകുൻ റാണിയോട് ചോദിച്ചാൽ ശകുൻ റാണി പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ചെയ്തിരിക്കുന്ന ആരാണ്? ഇത് ചെയ്തിരിക്കുന്നത് വേറെ ആളുകളാണ്. അതാണ് ആരോപണം. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് എന്താ, ഞങ്ങൾ ശകുൻ റാണി വോട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCTV ദൃശ്യങ്ങളാണ്. ശകുൻ റാണി എന്ന്, അതായത് ബൂത്ത് നമ്പർ 341-ൽ 1042 ശകുൻ റാണി വോട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ 1224 വോട്ട് അങ്ങനെ ഒരു വോട്ടിങ്ങേ നടന്നിട്ടില്ല. ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ അത് പറയില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയാതിരിക്കാൻ കാരണം എന്താ, രണ്ടാമത്തെ CCTV ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ
ജീവിക്കുന്ന തെളിവുകളായി ശകുൻ റാണിയുടെ രണ്ടാമത്തെ സീരിയൽ നമ്പറിൽ വോട്ട് ചെയ്യുന്ന മറ്റാരോ വോട്ട് ചെയ്യുന്ന ആ വിഷ്വൽ ഉണ്ടല്ലോ, ആ വിഷ്വൽ ഇലക്ഷൻ കമ്മീഷൻ 45-ാമത്തെ ദിവസം നശിപ്പിച്ചു കളഞ്ഞു. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അല്ലാതെ പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 5 പ്രധാന ആരോപണങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. ഫേക്ക് ഇൻവാലിഡ് അഡ്രസ് 40,009 മറുപടിയില്ല. ബൾക്ക് വോട്ടർമാർ സിംഗിൾ അഡ്രസ്സിൽ 10,452 മറുപടിയില്ല. ഇൻവാലിഡ് ഫോട്ടോസ് 4,132 മറുപടിയില്ല. മിസ്യൂസ് ഓഫ് ഫോംസ് 33,692 മറുപടിയില്ല. ഒരു ശകുൻ റാണിയെ പറഞ്ഞിരിക്കുന്നത്. ശകുൻ റാണിയോട് ഞങ്ങൾ ചോദിച്ചു, ബഹുമാന്യായ ശകുൻ റാണി, നിങ്ങൾ രണ്ടാമത് വോട്ട് ചെയ്തിട്ടുണ്ടോ? പാവം സ്ത്രീ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടില്ല. ശകുൻ റാണിയല്ല ചെയ്തത്, ഇത് സംഘപരിവാറാണ് ചെയ്തത്. ഇത്തരത്തിൽ ചേർത്ത് വ്യാജമായി വോട്ട് ചേർത്ത് ഇത്തരം നിരവധി ശകുൻ റാണിമാരുടെ പേരിൽ വോട്ട് ചേർത്തിട്ട് ആ സ്ഥാനത്ത് വേറെ വോട്ട് ചെയ്യുന്ന കള്ളയോട്ടിൻ്റെ തമ്പുരാക്കന്മാർക്കും അതിന് കൂട്ടുനിൽക്കുന്ന തെളിവ് നശിപ്പിക്കുന്ന ഇലക്ഷൻ കമ്മീഷനുമെതിരായിട്ടാണ് സംസാരിച്ചത്. 2, ഇവരൊരു പറഞ്ഞു ഞങ്ങൾ കാണിച്ച ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ നൽകിയതല്ല. ഇലക്ഷൻ കമ്മീഷൻ നൽകിയാണെന്ന് ആര് പറഞ്ഞു? ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ പട്ടികയിൽ ദ സോഴ്സ് ഓഫ് BLA മാർക്ക് ഇലക്ടറൽ റോൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക BLA മാർക്ക് കൊടുക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജന്റുമാർ അതിൽ മാർക്ക് ചെയ്തു. ആ രേഖയാണ് കാണിച്ചത് 2 തവണ വോട്ട് ചെയ്തതിൽ. മനസ്സിലായോ? അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത BLA മാർക്ക്, അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ മാർക്ക് എന്നല്ല രാഹുൽ ഗാന്ധി പറയുന്നത്. താഴെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് BLA വെരിഫൈഡ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ തിട്ടൂരം കൈവച്ചാൽ മതി. കുറേ ആളുകൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംഘപരിവാറിനൊപ്പം ചേർന്ന് അട്ടിമറിക്കുന്ന ഇവർ നിയമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കേണ്ടിരുന്ന ബോഡി, നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇലക്ഷൻ മുഖ്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ആ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി ഈ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രിയെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളുകളെ ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കുന്നവർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒറ്റ ഒരു കാര്യം പോലും നിഷേധിക്കാൻ ഇവർക്ക് സാധ്യമല്ല. പറഞ്ഞിരിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. ശ്രീമതി ശകുൻ റാണി പറഞ്ഞല്ലോ. അതിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖയും നിലവിൽ ഈ CCTV ദൃശ്യങ്ങളുടെ അഭാവത്തിൽ ഉണ്ടാവില്ല. ശകുൻ റാണി തന്നെയാണ് 2 വോട്ടും, അതായത് ഒരു അഡീഷണൽ കൂടി വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് കോൺഗ്രസിന്റെ ആരോപണമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിന് ശേഷം ഒരാളോട് പോയി ചെന്ന് ചോദിച്ചാൽ പോലും ഈ പറയുന്ന 70 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു തെളിവ് മുന്നിലില്ല. ഇനി അഥവാ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ പേരിലല്ല, മറ്റൊരാളാണ് എങ്കിൽ പോലും ഇരട്ട വോട്ട് ചെയ്ത ഒരാളോട് 1 വർഷത്തിന് ശേഷം പോയി ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, ഞാൻ ഇരട്ട വോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന നിഷ്കളങ്കത നമുക്ക് ആരോപിക്കാനും കഴിയില്ല എന്നത് ആണ് കോൺഗ്രസിന്റെ ആ വിഷയത്തിലെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ VS സുനിൽകുമാർ, രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഞാൻ വരാം ശ്രീ M ലിജു. അത് അങ്ങ് ആവശ്യപ്പെട്ട സമയം ഞാൻ തന്നുവല്ലോ, ആദ്യഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ VS സുനിൽകുമാർ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാവുന്നതാണ്, ഏറ്റവും സാധാരണക്കാരായ പൗരന്മാരുടെ ഏകാവകാശമാണ്, ചോദ്യം ചെയ്യാനുള്ള ഏകാവകാശമാണ് ചൂണ്ടുവിരലിലെ മഷി എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യപ്പെട്ടു, അത് അട്ടിമറിക്കപ്പെട്ടു, അല്ലെങ്കിൽ പട്ടാപ്പകൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന നിലയ്ക്കുള്ള ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ആ ആരോപണം ആരുന്നയിച്ചു എന്നതിനപ്പുറത്ത് ആ ആരോപണത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് രേഖ തരൂ, ഞങ്ങൾ പരിശോധിക്കാം എന്നാണോ, അതോ ഞങ്ങളുടെ പക്കലുള്ള രേഖ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പോ മറ്റേതു തെരഞ്ഞെടുപ്പോ സുതാര്യമാണ് നടന്നത് എന്ന് തെളിയിക്കാൻ പോന്നതാണ് എന്ന നിലയ്ക്കാണോ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത നമുക്ക് കുറച്ചു കാലങ്ങളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് വളരെ സത്യസന്ധമായിട്ടും വസ്തുതാപരമായിട്ടും എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തി കൃത്യതയോടുകൂടി ചില രേഖകൾ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച വിശ്വാസ്യതയില്ലായ്മ ബലപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 2 ദിവസമായി
നിങ്ങൾക്ക് 2024 ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ കേരളത്തിലെ സൈറ്റ് 2 ദിവസമായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് 1:30 മണി വരെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഫോം 6 ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് മാറ്റി ചെയ്യുന്ന ദുരുപയോഗം ചെയ്ത സംഭവങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി 1:30 മണി വരെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ വിവരങ്ങളെല്ലാം ലഭ്യമായിരുന്നു. പക്ഷേ 1:30ക്ക് ശേഷം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ ഒളിച്ചോടുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ജനങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നേരത്തെ ലിജു സൂചിപ്പിച്ച ഒരു കാര്യം, 2 ദിവസമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരള ഓഫീസർ അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളുടെയോ ഒരു തരത്തിലുള്ള പരാതികളോ അപ്പീലുകളോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. ആ പത്രക്കുറിപ്പ് ഇറക്കിയതിനെ തുടർന്ന് ഇന്നലെ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ പരാതികളും എണ്ണി ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ വിവരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും വ്യക്തിപരമായി ഞാൻ ഈ പരാതികളുടെ എല്ലാം കോപ്പികൾ ഈ ശ്രീ രത്തൻ കേൽക്കർ എന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ അദ്ദേഹം എനിക്കൊരു നോട്ടീസ് തന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, ഷുഡ് യു വിഷ് ടു പർസ്യൂ the matter further, kindly sign the return the enclosed declaration oath under Rule 23B of the Registration of Election Rules 1960 along with the names of the concerned electors to enable initiation of appropriate action in accordance with the relevant provisions of the law. അപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇന്നലെ പറഞ്ഞ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്, ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു പരാതി തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പരാതി കൊടുക്കാത്തത് കൊണ്ടായിരുന്നോ? ഞങ്ങൾ അന്ന് കൊടുത്ത പരാതികൾ, ഓരോ ബൂത്തിലും അന്ന് കൊടുത്ത പരാതികൾ, ആ പരാതികളിൽ ഒരു പരിഹാരം ഉണ്ടായില്ല. എന്താണ് പരിഹാരം ഉണ്ടായത്? റൂൾ 6 ഫോം 6 ദുരുപയോഗം നടന്നു എന്നുള്ളതാണ് ആരോപണം. എന്താ ആരോപണം? തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത് തൃശ്ശൂർ മണ്ഡലത്തിലെ നിവാസികളായിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവിടെയുള്ള സാധാരണ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ആളുകളാണ് അവിടെ വോട്ട് ചെയ്യേണ്ടത്. അതിന് പകരം ഈ ഫോം 6 ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അടുത്തുള്ള മണ്ഡലങ്ങളിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള RSSൻ്റെയും BJPയുടെയും ഉറച്ച വോട്ടർമാരെയെല്ലാം ഇവരുടെ ബൂത്തുകളിലേക്ക് തള്ളിക്കയറ്റി. എങ്ങനെ തള്ളിക്കയറ്റിയത്? ഈ ഫോം 6 പറയുന്നതിനനുസരിച്ച് നമ്മുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് 1960 ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിന് അവിടെ വീടുള്ളത് കൊണ്ടോ സ്ഥലമുള്ളത് കൊണ്ടോ മാത്രം അയാൾ അവിടുത്തെ ഓർഡിനറി സാധാരണ താമസക്കാരനായി മാറുന്നില്ല. അതിന് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടുണ്ടെങ്കിലും സ്ഥലമുണ്ടെങ്കിലും പോലും നമുക്ക് വോട്ട് കിട്ടേണ്ട കാര്യമില്ല. നമ്മളവിടെ സ്ഥിര താമസക്കാരനായിരിക്കണം എന്നതിൻ്റെ തെളിവുകളുണ്ടാവണം. ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു ആക്ടിൻ്റെ ഇൻറ്റൻഷന് വിരുദ്ധമായിട്ട് അവർ അവസാനം ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം എന്താണ്? നിങ്ങൾ കൊടുക്കേണ്ട രേഖകളിൽ അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് കാണിച്ചാലും നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ അവകാശമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യമാണെന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുക. ഒരുപക്ഷെ നല്ല കാര്യമായിരിക്കാം. പക്ഷേ അതിൻ്റെ മറവിൽ RSSൻ്റെയും BJPയുടെയും ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും പിന്തുണയോടും ഒത്താശയോടും കൂടി വ്യാപകമായി ഫോം 6 ദുരുപയോഗം തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി നടന്നു. അത് കണ്ടുപിടിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും പേരുകൾ എഴുതി, ബൂത്ത് നമ്പർ എഴുതി, സീരിയൽ നമ്പർ എഴുതി തയ്യാറാക്കി കൊടുത്തിട്ട് പോലും അവരുടെ പേരുകൾ മാറ്റാനോ അവർ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് വളരെ വ്യാപകമായി എല്ലായിടത്തും നടന്നു എന്ന് പറയാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം BJP ഇത് നടത്തി എന്നുള്ളത്
ഇറ്റ് ഈസ് എമൗണ്ട് ടു മാനിപ്പുലേഷൻ. ഇതൊരു മാനിപ്പുലേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായി പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇവിടെ BJP-കാർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചപ്പോൾ അവർ പറയുന്ന കാര്യം തോറ്റുപോയ ആളുകൾ നടത്തുന്ന വെപ്രാളവും കരച്ചിലുമൊക്കെയാണെന്ന നിലയിലുള്ള വളരെ തരം താഴ്ന്ന നിലയിലുള്ള ആക്ഷേപങ്ങളൊക്കെയാണ്, വ്യക്തിപരമായ ആക്ഷേപങ്ങളൊക്കെ കൊണ്ടാണ് അവർ മറുപടി നൽകുന്നത്. അങ്ങനെയല്ല ഇത് BJP അല്ല മറുപടി കൊടുക്കേണ്ടത്. ഇത് BJP-യോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോടാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം. ആ സ്ഥാപനം ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഗവൺമെൻറ് നിയന്ത്രിക്കുന്നതല്ല. സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളോ സർക്കാരിൻ്റെ സഹായത്തോടോ കൂടിയല്ല ഇലക്ഷൻ നടക്കേണ്ടത്. ഇലക്ഷൻ പൂർണ്ണമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര ഏജൻസി സുതാര്യമായി പക്ഷപാതരഹിതമായി സത്യസന്ധമായി നടത്തേണ്ട തെരഞ്ഞെടുപ്പ് പല രൂപത്തിൽ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായി വിധി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ആക്ഷേപം അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അതിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ പിന്നിൽ RSSനും BJP-ക്കും ഇന്ത്യയിൽ ഭരണത്തുടച്ചുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഒരാളുടെ തോൽവിയുടെയും ജയത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയെ വഴിതിരിക്കാൻ നോക്കരുതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, കേന്ദ്രത്തിലെയും ദേശീയ തലത്തിലെയും കേരളത്തിലെയും രണ്ടു സാഹചര്യങ്ങളാണ് കോൺഗ്രസിന്റെയും LDF-ന്റെയും പ്രതിനിധികൾ പറഞ്ഞത്. ആദ്യത്തെ ഘട്ടമായതുകൊണ്ട് തന്നെ വിശദമായി എല്ലാവരും സംസാരിക്കുകയുമാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ അയച്ചിരിക്കുന്ന നോട്ടീസ്, രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് അയച്ചിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങളിലെ ഘടകവിരുദ്ധത അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ശകുൻ റാണി വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ശകുൻ റാണിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതായി ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഇലക്ഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശോധനയിലാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ആധികാരികവും അടിസ്ഥാനപരവുമായ രേഖയാണ്. അത് പരിശോധിക്കാനേ എല്ലാവർക്കും കഴിയുകയുള്ളൂ. അതിന് പേരിൽ ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു പൗരനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ കൃത്യത വരുത്തേണ്ടത്. അതിനാവശ്യമായ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു കള്ളവോട്ട് നടന്നിട്ടില്ല എന്ന്, കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ ആ ID ഉള്ള വ്യക്തിയോട് ചോദിക്കുക എന്ന് പറയുന്നതാണോ ആധികാരികമായ ഇലക്ഷൻ കമ്മീഷൻ ഉള്ള ഒരേ ഒരു മാർഗം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അങ്ങയോട്. ഹലോ, ശ്രീ ഉല്ലാസ് ബാബു കേൾക്കാമോ? അല്ല, ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോഴേ രണ്ടാമത്തെ വേറെ ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചു. അത് രണ്ടും ഒന്ന് ദേശീയ തലത്തിലും ഒന്ന് സംസ്ഥാനത്തുമായതുകൊണ്ട് ഇതിന് മറുപടിക്ക് ശേഷം പറയാമെന്ന് വിചാരിച്ചാണ്. പറയും. രണ്ടും പറയാം. തൃശ്ശൂർ പറയാം. ഞാനും ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രിയും 3 തവണത്തോളം MLA ആയിട്ടുള്ള VS സുനിൽകുമാറും അതുപോലെ തന്നെ ശ്രീ കോൺഗ്രസിൻ്റെ ലിജു, രണ്ടുപേരും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇവർ രണ്ടുപേർക്കുള്ള മറുപടി എന്ന് പറയും. നമ്മൾ ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രി പറഞ്ഞു, ഇവിടെ ജയിച്ചാൽ അല്ലെങ്കിൽ തോറ്റാൽ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണമാണ് BJP-യുടെ ആളുകൾ മുഴുവൻ എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇതിവിടെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് വിഷയം. അത് പരിപൂർണമായിട്ട് ഞാൻ ഈ ബഹുമാനായി സുനിൽകുമാർ എന്ന് പറയുന്നേക്കാൾ ഉപരി ഞാൻ സുനിലേട്ടാന്ന് സ്ഥിരം വിളിക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് നാവിൽ വരുന്നത്. സുനിലേട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കൃത്യമായി ജനങ്ങളുടെ അടുത്തുനിന്ന് വോട്ട് മേടിച്ച് ജയിച്ച് തന്നെയാണ് മത്സരിച്ച് ജയിച്ചത്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധുവും അത് കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്ത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ മാധുവിനെ എതിർക്കാം. തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങളെടുത്ത് നോക്കണം.
മന്ത്രി രാജനടക്കമുള്ള CPIയുടെ മുകുന്ദനടക്കമുള്ള CPIയുടെ ബാലചന്ദ്രനടക്കമുള്ള 3 MLAമാരും ബാക്കി എല്ലാവരും CPMൻ്റെ MLAമാരുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ പഞ്ചായത്തുകളും എടുത്തെടുത്ത് നിങ്ങൾ പരിശോധിക്കണം. ബഹുമാനായിട്ടുള്ള സുനിൽകുമാർ അടക്കമുള്ള അന്തിക്കാട് പഞ്ചായത്തിൻ്റെയും മുൻപത്തെയും ഇപ്പോഴത്തെയും തെരഞ്ഞെടുപ്പുകളിൽ വന്ന വോട്ട് ഡിഫറൻസ് നിങ്ങൾ നോക്കണം. ആ വോട്ട് ഡിഫറൻസിൽ ഇവരുടെ വോട്ടുകൾ എവിടെ നിന്ന് ചോർന്നു പോയി എന്നുള്ള അവർ പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കേണ്ടതല്ല. BJPയിലേക്ക് കിട്ടിയെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയധികം MLAമാരും ഇവരുടെ BLOമാരും അതേപോലെ തന്നെ BLAമാരും ഒക്കെ ഉണ്ടായിട്ടും ഒരു വോട്ട് ചേർക്കുന്ന പ്രക്രിയ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വോട്ട് ചേർക്കുന്ന പ്രക്രിയക്കകത്ത് ആ പ്രക്രിയക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അവിടെ അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായി അന്വേഷിക്കും. ഓപ്പോസിറ്റ് പാർട്ടിക്കാർക്ക് എന്ന് പറഞ്ഞാൽ BLAമാരടക്കമുള്ള ആളുകൾക്ക് അത് അവിടെ ഇല്ല എങ്കിൽ ഡിലീറ്റ് ചെയ്യും, അവർ അതിനെ എതിർക്കും. എന്നിട്ടൊക്കെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുന്നത്. കൃത്യമായി കരട് രേഖ കരട് വോട്ടർ പട്ടിക 1, 2, 3 കഴിഞ്ഞു എന്നിട്ട് കൃത്യമായി കാര്യം ചെയ്തു. അപ്പോഴൊന്നും പരാതിയില്ലാത്ത ഇവർ, അപ്പോഴൊന്നും പ്രശ്നമില്ലാത്ത ഇവർ അപ്പോൾ പറഞ്ഞു KP രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഞാൻ 3 പരാതികൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതിനകത്ത് വിഷയം. അത് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, 1.5 കൊല്ലവും കഴിഞ്ഞു. എന്താ പറയുക, അരിയും തിന്നു ആശയിച്ചും കഴിച്ചു, പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ സുനിലേട്ടനെ പറഞ്ഞതല്ല കേട്ടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അങ്ങനെയുള്ള രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്നലെ ശ്രീ ടാജറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ ഇവിടെ പത്രസമ്മേളനം നടത്തിയത്? ജോസ് വള്ളൂരിനെ മാറ്റിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുരളീധരൻ പറഞ്ഞിട്ടാണ്. മുരളീധരൻ എന്താ പറഞ്ഞത്? എൻ്റെ പാർട്ടിക്കകത്ത ആളുകൾ ഏജന്റുകളായി പോലും പാർട്ടി ബൂത്തുകളിൽ ഇരിക്കാതെ എന്നെ തോൽപ്പിച്ചു. ആദ്യം അതല്ലേ പറഞ്ഞത്? രണ്ടാമത് കമ്മീഷനെ വെച്ചില്ലേ? മൂന്നാമത് DCC പ്രസിഡന്റിനെ അടക്കം മാറ്റിയിട്ട് അവനവൻ്റെ പാർട്ടിക്കകത്തു നിന്നാണ് എന്നെ വലിച്ചത് എന്ന് ഇതേ മുരളീധരൻ പറഞ്ഞു. അന്ന് മുരളീധരൻ ഈ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ബഹുമാനായിട്ടുള്ള CPMൻ്റെ ഒരു വലിയൊരു നേതാവിനെതിരെ ഈ സുനിൽകുമാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേണ്ട മാതിരി ചെയർമാൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഇവരും കമ്മീഷനെ വെച്ചല്ലോ, ഇവർ അന്വേഷണം നടത്തിയല്ലോ. അപ്പോൾ ഇവർക്ക് ആ സമയത്ത് ആരോപണങ്ങളൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരം കൊണ്ടുവന്നു. തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ തൃശ്ശൂരിലെ വോട്ടർമാരോട്, പാർലമെൻറ്റിലുള്ള വോട്ടർമാരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു നീതികേടാണ്. പിന്നെ പറഞ്ഞത് സുരേഷ് ഗോപി 11 വോട്ട് ചേർത്തു. ഇത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വോട്ട് എങ്ങനെ ചേർക്കുമെന്നും വോട്ട് എങ്ങനെ ലിസ്റ്റിൽ വരുമെന്നും കരട് രേഖ എങ്ങനെ ഇറക്കുമെന്നും കരട് വോട്ടർ പട്ടിക വന്നാൽ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പ്രക്രിയ അറിയില്ല. അപ്പോൾ അവരിലേക്ക് ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ 11 വോട്ട്, അത് വലിയ തർക്കമായി. സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂരിലെ നെട്ടിശ്ശേരിയിലെ സുജിത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ താമസിക്കുന്ന കാര്യം ലിഷോയോടൊന്നും അത് ചോദിക്കുക. ലിഷോയെ അവിടെ പോയിട്ടില്ല, 5 വർഷവും ബൈറ്റ് എടുത്തിരുന്ന അവിടെ പോയിട്ടില്ല, ഇൻ്റർവ്യൂ എടുത്തിരുന്ന. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന വോട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി വോട്ട് മാറ്റും. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും മകൻ ഗോകുലും മകൻ ഗോവിന്ദും ഭാവിനിയും ഭാര്യയും ഒക്കെ വോട്ട് മാറ്റും. അതിലെന്താ കുഴപ്പമുള്ളത്? ആ വോട്ട് അദ്ദേഹം 5 വർഷമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ആ വീട് ഇപ്പോൾ എവിടെ? ആ വീട് വിറ്റതിന് ശേഷം ക്യാമ്പ് ഓഫീസുണ്ട്. അത് NRK എന്ന് പറയപ്പെടുന്ന ചെമ്പൂക്കാവിലുള്ള ഓഫീസിലുണ്ട്. അദ്ദേഹം ഔദ്യോഗിക വസതി ഡൽഹിയിൽ താമസിക്കുന്നു. ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുകയല്ലേ അനാവശ്യമായിട്ടൊരു കാര്യം. ഇവർക്ക് സുരേഷ് ഗോപി ജയിച്ചത് ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ BJP ജയിച്ചു എന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസിക സംഘർഷമുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ABVPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഞാൻ ടോസിൽ തോറ്റ സമയത്ത് ഏകദേശം 5 ആഴ്ച എടുത്തു എനിക്ക് ആ മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും മുക്തി നേടാനായിട്ട് ചിലപ്പോൾ 1.5 കൊല്ലം എടുത്തേക്കാം. അല്ലാതെ ഇതിനകത്ത് ഈ ആരോപണങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ല. സോമ സുന്നിയാടൻ്റെ വീട്ടിൽ 8 വോട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ 4 പേരല്ലേ താമസിക്കുന്നുള്ളൂ. ബാക്കി 4 പേര് എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിലല്ലേ? ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലല്ലേ? ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൃത്യമായിട്ട് തന്നെ എനിക്ക് തൃശ്ശൂരിൽ വീടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് അതിനകത്ത് രേഖകൾ കൃത്യമാണ് എങ്കിൽ ആധാർ കാർഡുകളും കൃത്യമാണ് എങ്കിൽ ഞാൻ അതിന് അപേക്ഷ കൊടുത്താൽ അതനുസരിച്ച് അന്വേഷണം നടത്തിയാൽ അതനുസരിച്ച് ഇവരുടെ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ട് ചേർക്കുമ്പോൾ ഞാൻ ഇവരുടെ ആരോപണം എന്താ? കള്ളവോട്ട് ചേർത്തു, കൂടുതൽ വോട്ട് ചോദിച്ചു, ദേശമംഗലത്തിലുള്ളവർ ഇവിടെ വന്നു, പാലക്കാടുള്ളവർ ഇവിടെ വന്നു, അപ്പുറത്തുള്ളവർ വന്നു, ഇപ്പുറത്തുള്ളവർ വന്നു എന്നല്ല ഇവരുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ആരോപണ പ്രക്രിയ നടക്കുന്ന സമയത്ത്, ഈ വോട്ടർ പട്ടികയിൽ കയറുന്ന സമയത്ത് അതിനെ ഡിലീറ്റ് ചെയ്യാനോ അതിനെ എതിർക്കാനോ ഇവരുടെ ആളുകൾ അവിടെയൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നില്ലേ? ഇവരുടെ ഓഫീസർമാർ നിരവധി വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇടവേള എടുക്കാം. രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഇന്നത്തെ നോട്ടീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറയാമോ?
അതായത് ഈ ആരോപണം ഉന്നയിച്ച ഐഡന്റിറ്റി കാർഡ്, ആ ID കാർഡിലുള്ള ആളോട് പോയി ചോദിക്കുക എന്ന് പറയുന്നതാണോ അങ്ങനെ ഒരു ഇലക്ഷൻ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് സാധൂകരിക്കാനുള്ള ആധികാരികമായി പറയാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരേ ഒരു മാർഗം? ഒരു ഭരണഘടനാ സ്ഥാപനം നിരവധി കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുത്ത് ഇരുന്ന വ്യക്തി ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പുറമെ LED വാളും വെച്ചിട്ട് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായിട്ട് നിരവധി കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മൗനമായിട്ടിരിക്കുകയും എന്നാൽ അതിനെതിരെ നിയമപരമായ നടപടികളിലേക്ക് ആദ്യം പോകാതെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർ എവിടെയാണ് പറയുന്നത്, ഇവരെവിടെയാണ് ഉന്നയിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹം എന്തെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കാലമായി രാഹുൽ ഗാന്ധി ഈ ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ മാധ്യമങ്ങളല്ലേ പറഞ്ഞു അണുബോംബ് പൊട്ടിച്ചു, അണുബോംബ്, അതിൽ അണുവില്ല, ബോംബുമില്ല, ഒന്നുമില്ല, അത് പൊട്ടാസായി മാറിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ഇതേപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു നടപടികൾ നിരവധി തവണയായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചു. ആ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനൽ ഇവിടുത്തെ ഒരു സംഘം കർണാടകയിൽ പോയിരുന്നു. അവിടെ എല്ലാവരും പോയി ചോദിച്ചു, ഒരു ഫ്ലാറ്റിൽ ഇത്ര വോട്ടുകൾ. ആ ഫ്ലാറ്റിൻ്റെ ഉടമ വന്നു, അയാൾ പറഞ്ഞു ഞാൻ കറ കളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതിൽ കുറ്റമുണ്ടായില്ല. ഇനി അവിടെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അവിടെ ഒരു നിയമപ്രക്രിയ നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു കയറ്റലോ ഒരു കുറയ്ക്കലോ ഒരു മാറ്റലോ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഇടപെടാനും കൃത്യമായി പരാതി കൊടുക്കാനും ആക്ഷേപം ഉന്നയിക്കാനും ഉന്നയിച്ച ആക്ഷേപം ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാനും അതിൽ തൃപ്തിയില്ലെങ്കിൽ നിയമപരമായി നോക്കാനും അതിനുശേഷം അത് പ്രയാസം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് അന്വേഷിക്കാനും എല്ലാം കൃത്യമായി വ്യവസ്ഥയുണ്ടെന്നിരിക്കെ ആ വ്യവസ്ഥകളുടെ പുറകിലൊന്നും പോകാതെ ഈ ഉണ്ടയില്ല വെടി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനകത്ത് BJPയോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും ഇടതുപക്ഷവും കൂടി ഈ വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. തുടങ്ങിയ പ്രയാസമാണ്. ആ പ്രയാസം ഇവർക്ക് മാറില്ല. ഇനി 10-50 കൊല്ലം കഴിഞ്ഞാലും മാറില്ല. കാരണം ഉടമയോട് പോയി ചോദിക്കുകയാണോ ആധികാരികമായ ഒരേ ഒരു മാർഗം ഇലക്ഷൻ കമ്മീഷന് മുന്നിലുള്ളത് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നത്. ശ്രീ MR അഭിലാഷ്, ഞാൻ അങ്ങനെയൊക്കെ വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ MR അഭിലാഷ്, ഇലക്ഷൻ കമ്മീഷൻ ആദ്യം മുതൽ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒന്ന് ഈ ഫോം 6 അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം സത്യവാങ്മൂലം നൽകണം. രണ്ടാമത്തേത് ഇപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഓത്ത് ഫോം ഒപ്പിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ തെളിവുകൾ കൈമാറാൻ കഴിഞ്ഞില്ല എങ്കിൽ ശിക്ഷാ നടപടികളിലേക്കടക്കം പോകാൻ കഴിയും എന്നുള്ളതാണ് അതിലെ ഒരു കെണിയായി കോൺഗ്രസ് കാണുന്ന ഒന്ന്. ഇതിൽ ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ അതിന് തെളിവ് നൽകേണ്ടത് ആ ആരോപണം ഉന്നയിക്കുന്ന ആളാണോ അതോ ഇത് സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ ഉള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണോ ഉള്ളത്? ശരിയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് നൽകിയത് വളരെ സാങ്കേതിക അർത്ഥത്തിൽ ആരോപണം ഉന്നയിച്ച ആളോട് താങ്കൾക്ക് അതിന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ നൽകുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഇതിന്റെ ഡിജിറ്റൽ വോട്ടർ റോൾ ആണ്. അതാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയല്ല എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷെ 100-300 കിലോയുള്ള പേപ്പർ റോളാണ് നൽകിയിരിക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊരൊറ്റ കാരണം പറഞ്ഞാൽ അവിടെ മതിയാകും. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്തില്ല എന്ന് തെളിയിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. ഇത് ഒറിജിനൽ ആണ് എന്ന് തെളിയിക്കാൻ പോലും കഴിയുന്നതല്ല. ഇതിനുള്ളിൽ മറ്റു രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ കഴിയുന്നില്ല. കാരണം അത് അത്രയും സമയവും അത്രയും എഫേർട്ടും ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോയത്? ഇങ്ങനെ ഒരു തീരുമാനം എന്നതുകൊണ്ട് മധു എന്താണ് ഉദ്ദേശിച്ചത്? ഈ ഡിജിറ്റൽ വോട്ടർ റോള് ആവശ്യപ്പെടുകയാണ്. അത് കിട്ടാത്തത് എന്ത് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ തെളിവുകൾ നൽകണം, ഞങ്ങളുടെ ഡാറ്റയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളുടെ ഡാറ്റയല്ല എന്ന് പറയുന്നത് ആധികാരികമാണ്. ഇതിൽ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ 2 വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ തെളിവ് ഔദ്യോഗികമായി കൈവശം വെക്കാനുള്ള അവകാശം രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരനുണ്ടോ? അതിനുള്ള സോഴ്സ് ഉണ്ടോ? മധു, ഡിജിറ്റൽ ഇലക്ടേഴ്സ് റോള് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണം എന്നുള്ള ആവശ്യം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഫിസിക്കൽ വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള വലിയ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ കാര്യത്തിൽ പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും
ഒരു പൗരന് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുവാൻ, പരിശോധിക്കുവാൻ പരിമിതികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം ഉള്ള അധികാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും ഈ 3 കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷനിൽ അർപ്പിതമാണ്. പ്ലീനറി അധികാരങ്ങളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പാസ്സാക്കപ്പെട്ടിട്ടിരിക്കുന്ന ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും നീതീകരണവും നിയമത്തിൽ സാധുതയുമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കേണ്ടതായിരുന്നു. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസിനോടുള്ള ആദ്യത്തെ പ്രതികരണവും ഇപ്പോഴത്തെ പ്രതികരണവും രണ്ടാണ്. ആദ്യം പ്രതികരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു. സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു വ്യക്തിയോടും സത്യവാങ്മൂലം നൽകണമെന്നൊരു കോടതിക്കൊരു വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടാം. കാരണം കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എഴുതി കൊടുക്കാൻ പറയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ആവശ്യപ്പെടുകയും താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കെണിയിലേക്ക് ഒരുപക്ഷെ ചെന്ന് കയറാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് അദ്ദേഹം വൈമനസ്യം കാട്ടുകയും ചെയ്തു. RPA 1950 സെക്ഷൻ 31 പ്രകാരം ഒരു പണിഷബിളായിട്ടുള്ള ഒരു ഒഫൻസായി വരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വന്നേക്കാം എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അത്തരത്തിൽ സഹകരിക്കാഞ്ഞത്. അപ്പോൾ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണം വളരെ അപലപനീയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് തെളിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലൊരു കണ്ടീഷനൊന്നും ഇല്ലാതെ തന്നെ വളരെ മാന്യമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദെയർഫോർ യു ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു പ്രൊവൈഡ്, നിങ്ങൾ ദയവായി ആ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിന് 5 പാരഗ്രാഫുള്ള ഈ നോട്ടീസിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസല്ല, ഒരു നിയമപ്രകാരം നിർബന്ധിക്കുന്ന ഒരു നോട്ടീസല്ല, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതിനകത്ത് ഈ ശ്രീമതി ശകുൻ റാണിയോട് അന്വേഷിച്ചു എന്ന് പറയുന്നു. അവരത് അത് സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ പാരഗ്രാഫിൽ ഈ ഓഫീസ് നടത്തിയ പ്രാഥമിക അന്വേഷണവും തെളിയിക്കുന്നു. ഈ കാണിക്കപ്പെട്ട ടിക്ക് മാർക്ക് ഡോക്യുമെൻറ്റ് അത് പോളിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ ശകുൻ റാണി പറഞ്ഞത് കൂടാതെ അവർ പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും അവകാശപ്പെടുന്നു. അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയങ്ങളെല്ലാം നിയമപരമായി ഉന്നയിക്കുവാൻ ഉള്ള ഒരു അവസരമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഒരു MP സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണ്? നിയമപ്രകാരം സ്ഥാപിതമായ ഭരണഘടനയോട് നിർവ്യാജം കൂറു പുലർത്തുമെന്നാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനോട് സഹകരിക്കുക എന്നുള്ളതാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം 81ാം വകുപ്പ് പ്രകാരം 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷനെ സംബന്ധിച്ചൊരു പരാതി ഒരു ഇലക്ഷൻ പെറ്റീഷനായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും. അതിൻ്റെ വിചാരണ ഹൈക്കോടതിയാണ് നടത്തേണ്ടത്. പക്ഷേ ഈ 45 ദിവസം എന്നുള്ളത് അത് ഇൻഫ്ലെക്സിബിളാണ്. ഇപ്പോൾ സാധാരണ ഈ കാലഗണന പരിഗണിക്കുന്നത് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമപ്രകാരമാണ്. പക്ഷേ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് വെച്ചാൽ ഒരു സമ്പൂർണ്ണ നിയമമാണ് നടപടിക്രമത്തിലും. അതുകൊണ്ട് ഈ ലിമിറ്റേഷൻ ആക്ട് ആപ്ലിക്കബിൾ അല്ല. കോടതികൾക്ക് അത് റിലാക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയവുമായി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്ന നിയമപരമായ വഴി പ്രാപ്യമല്ലാത്തതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു നോട്ടീസ് അത്തരത്തിലുള്ള ഭീഷണിയൊന്നുമില്ലാതെ മര്യാദയുടെ സ്വരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സഹകരിക്കാൻ കഴിയുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്നിട്ടും നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമല്ല നടത്തുന്നതെങ്കിൽ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനുമായി സഹകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തം തന്നെയാണ്. 1949 ജൂണിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ശ്രീ അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ പറയുകയുണ്ടായി, വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് എന്ന്. ഇന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് ഭരിക്കുന്ന സർക്കാർ ഇലക്ഷൻ കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കി അവരുടെ ഇംഗിതം നടപ്പിലാക്കാതിരിക്കുവാൻ വേണ്ടി അതും ഒരു മൗലികാവകാശമായി കണക്കിലാക്കണം എന്ന് ആവശ്യപ്പെട്ടയാളാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആവശ്യപ്പെട്ടയാളാണ് ഡോക്ടർ അംബേദ്കർ. അപ്പോൾ എപ്പോഴും ഭരിക്കുന്ന സർക്കാരും ഇലക്ഷൻ കമ്മീഷനും കൂടെ ഒരു കൊള്യൂഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്നു
എന്നൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉണർത്തുന്ന, രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ ആശങ്ക ഉണർത്തുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ചിട്ടുള്ള ഒരു നിയമം പാർലമെൻറ്റ് ഉണ്ടാക്കിയതും കഴിഞ്ഞിടയ്ക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ ലിജു നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അവർ സമീപനം മാറ്റിയത് തീർത്തും സ്വാഗതാർഹമാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഇതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീ എം ആർ അഭിലാഷ്. ശ്രീ എം ലിജു, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയില്ല, കാരണം അങ്ങനെയല്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നാണ് അത് അവരുടെ അഭിപ്രായത്തിന്മേൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ഏറ്റവും പ്രാഥമികമായ കാര്യം എന്താണ്? ശ്രീ എം ആർ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ പട്ടിക, ആ പട്ടിക തന്നെ അത് വ്യാജമായിട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തരഹിതമായിട്ടോ അത് ശാസ്ത്രീയമല്ലാതെയോ അശാസ്ത്രീയമായിട്ടോ തയ്യാറാക്കപ്പെട്ടതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതായത് കൃത്യമായ അഡ്രസ്സ് ഇല്ലാതെ, കൃത്യമായ വീട്ടു നമ്പർ ഇല്ലാതെ, കൃത്യമായ മാതാപിതാക്കളുടെ പേരുകൾ രേഖപ്പെടുത്താതെ ABCD മുഴുവനും എഴുതി വെച്ചിരിക്കുന്ന പല അഡ്രസ്സുകളിലൂടെയാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണെന്ന് അറിയാമല്ലോ. ഒരു വരി അതിലെന്താ വിശദീകരണം വേണ്ടേ ഇലക്ഷൻ കമ്മീഷന്? മധു, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ആദ്യം തന്നെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ 5 പ്രധാനപ്പെട്ട വോട്ട് കളവുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട്, ഫേക്ക് അഡ്രസ്സുണ്ട്, ബൾക്ക് വോട്ടേഴ്സ് സിംഗിൾ അഡ്രസ്സിലുണ്ട്, ഇൻവാലിഡ് ഫോട്ടോസ് ഉണ്ട്, ഫോം 6ൻ്റെ മിസ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഒരു ഡിജിറ്റലൈസ് ചെയ്ത ഒരു വോട്ടർ പട്ടികയിൽ വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ KC വേണുഗോപാലിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. ഞങ്ങൾ ഇതുപോലെ വോട്ടർ പട്ടിക ലഭിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലും സമാനമായൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ വോട്ടർ പട്ടികയെ ഡിജിറ്റലൈസ് ചെയ്ത് സോഫ്റ്റ്വെയർ മുഖാന്തരം കമ്പയർ ചെയ്തപ്പോൾ 35,000-ഓളം വോട്ടുകളുടെ ഇരട്ടിപ്പിൻ്റെ പ്രാഥമിക സൂചന ലഭിച്ചു. കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അവസാന ഘട്ടത്തിലാണ് വോട്ടർ പട്ടിക ലഭിക്കുന്നത്. അപ്പോൾ 35,000 വോട്ടർമാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ വളരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി 968 വോട്ടർമാരുടെ ഒരു പട്ടിക ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ടുള്ള 968 ആളുകളുടെ ഒരു പട്ടിക. എന്നിട്ട് ഈ 968 വോട്ടർമാരുടെ എക്സൽ ഷീറ്റ് ഉണ്ടാക്കി ചീഫ് ഇലക്ഷൻ ഏജൻ്റായ ഞാൻ കേരള ഹൈക്കോടതി ഒരു പെറ്റീഷൻ മൂവ് ചെയ്തു. 35,000-ഓളം വോട്ടർമാരെ ഞങ്ങളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ 968 വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഹൈക്കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ മൂവ് ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതായത് ഞങ്ങൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഇത്രയും വോട്ടർമാരുടെ ലിസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കാമെന്നും ഞങ്ങളുടെ ഏജൻറ്റുമാർ ഇതിനകത്ത് ഒബ്ജക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങിക്കൊണ്ട് മാത്രമേ ചെയ്യാമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയൊരു ദിവസം കൊണ്ട് വലിയൊരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് KC വേണുഗോപാൽ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തി അതിൻ്റെ പട്ടിക ഉണ്ടാക്കി ഹൈക്കോടതി ഒരു ദിവസം കൊണ്ട് നീക്കി കടത്തിയൊരു ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഞങ്ങൾക്ക് കിട്ടുന്നൊരു പേപ്പർ വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യണം. ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഈ ഡാറ്റ ഇരിക്കുകയാണ്. ഒരു മണിക്കൂർ മതി. എത്ര ഇട്ട വോട്ടർമാരുണ്ട്, എത്ര പേരുടെ പേരിൽ ഫോട്ടോസ് ഇല്ലാത്ത ആളുകളുണ്ട്, എത്ര എണ്ണം ബൾക്ക് ഇത്ര ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് നിമിഷങ്ങൾ മതി. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഈ കോർ ഇഷ്യൂ കിടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ തട്ടിപ്പറിയാം. ഇതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യാത്തത്? ഈ ഡിജിറ്റലൈസ്ഡ് ഫോം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയാൽ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് പുറത്തു വരും. ഇലക്ഷന് ഈ പ്രോസസ്സ് നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പറയും ഇരട്ട വോട്ടർമാർ ഇത്രമാത്രം ഉണ്ടെന്നുള്ള പ്രോസസ്സ് പുറത്തു വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ ലിസ്റ്റ് കൊടുക്കാത്തത് തന്നെ ഇതിലെ തട്ടിപ്പ് പിടിക്കപ്പെടരുത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമുള്ളത് കൊണ്ടാണ് ഡിജിറ്റലൈസേഷൻ നടക്കാത്തത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയുന്നു? ഇപ്പം തന്നെ ഒരു വിഷയമുണ്ടായി. ഇപ്പോൾ ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. ശകുൻ റാണിയുടെ കാര്യം പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് ശ്രീ എം ആർ അഭിലാഷിന് പറഞ്ഞ കാര്യത്തിൽ ചെറിയ വിയോജിപ്പുണ്ട്. ശ്രീ എം ആർ അഭിലാഷ്,
അങ്ങ് നോക്കിയ ഈ നോട്ടീസിൻ്റെ ആ ഒരു സ്വഭാവം ഇതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കുന്ന ഒരു മെസ്സേജ് മനസ്സിലാവും. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിൽ ഒന്നിനെയും ഡിനൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ശകുൻ റാണി എടുത്തിട്ട് ഞങ്ങൾ ശകുൻ റാണിയോട് ചോദിച്ചു, അപ്പോൾ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥ ആരോപണം അതല്ലല്ലോ, ശകുൻ റാണിയുടെ പേരിൽ മറ്റാരോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. അപ്പോൾ അത് തന്നെ ഇംപ്ലൈഡായി കിടക്കുക. ഈ ആരോപണം ഈസിയായി തെളിയിക്കപ്പെടും. എങ്ങനെയാണെന്ന് അറിയാമോ മാധു? CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ശകുൻ റാണി വോട്ട് ചെയ്തു എന്ന് പറയുന്ന ബൂത്ത് നമ്പർ 341 മുഴുവൻ CCTV ദൃശ്യങ്ങളും ലഭ്യമാക്കി കഴിഞ്ഞാൽ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തോ എന്നുള്ള കാര്യം വ്യക്തമാക്കും. ഇവർ ചെയ്ത പണി എന്താ? ഈ ശകുൻ റാണി ഈ രാജ്യത്താകമാനം CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിയുമ്പോൾ മായ്ച്ചു കളയും. അപ്പോൾ ഇപ്പോൾ ഈ തെളിവിന് ഒരു വിഷ്വൽ തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? മൂന്നാമതൊരു കാര്യം, ഈ നോട്ടീസിൽ തന്നെ വേണമെങ്കിൽ ഒരു വരിയാണ് വന്നിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഇലക്ഷൻ ഡേറ്റ പ്രകാരം ഇലക്ടർ ഓഫീസറുടെ കയ്യിൽ ഈ സീരിയൽ നമ്പർ 1042 ചെയ്തു, എന്നാൽ 1228 ചെയ്തിട്ടില്ല എന്നൊരു വരി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശ്വാസം. അതും പറഞ്ഞിട്ടില്ല, ശകുൻ റാണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയുന്നു. അപ്പോൾ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഒരിക്കലും വോട്ടർ പട്ടികയിലെ പിഴവുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ ഈ ആധുനിക സാങ്കേതികവിദ്യ ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇരട്ട വോട്ടർമാർ, ഫോട്ടോ ഇല്ലാത്തവർ, ഒരു മുറിയിൽ തന്നെ 10-80 വോട്ടർമാർ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുന്ന ഈ രാജ്യത്ത് ഡിജിറ്റലൈസ് ചെയ്ത വോട്ടർ പട്ടിക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്പിറസിയാണ്. രണ്ടാമത്, ഇവരെ ഹാർഡ് കോപ്പി കൊടുക്കുന്നു, പേപ്പർ കോപ്പി. മാധു നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടുത്തൊരു അപേക്ഷ പ്രകാരം ഹാർഡ് കോപ്പി കിട്ടുകയാണ്. ഹാർഡ് കോപ്പിക്കകത്ത് തിരിമറി കൊടുത്താൽ പോലും ഇത് ഞങ്ങൾ കൊടുത്തതല്ലെന്ന് പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അതായത് ഡിജിറ്റലായി സെൻഡ് ചെയ്യുന്നതല്ല, ഒരു കോപ്പി കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാ തരത്തിലും ഒരു കോൺസ്പിറസി. എല്ലാവരിലേക്കും പോകണമല്ലോ, രണ്ടാം ഘട്ടവുമല്ലേ ശ്രീ എം ലിജു, ഞാൻ ഇടപെടുകയാണ്. പെട്ടെന്ന് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മാധു, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം. അതായത് ഞാൻ BJP വക്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. കാരണം ഇവർക്ക് ഈ BJP ദേശീയ നേതൃത്വം ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ എന്താണ് ഇവർ കൊടുത്തിരിക്കുന്ന വക്താക്കൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താണ് അതെന്ന് മനസ്സിലാക്കാവുന്നത്. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ ഉന്നയിച്ച 5 കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനോ BJPക്കോ വിശദീകരണമില്ല. ശകുൻ റാണിയെ സംബന്ധിക്കുന്ന ഇലക്ട്രോണിക് ഡേറ്റ പറഞ്ഞൊരു വിവരം പറയാനില്ല. അപ്പം ഇവർക്കറിയാം ഈ രാജ്യത്ത് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന തന്നെ തുടങ്ങുന്നത്, പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാൻ ഇടപെടുകയാണ്. രണ്ടാം ഘട്ടമാണ്, എല്ലാവരിലേക്കും പോകണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇടപെടണം. അതുകൊണ്ടാണ്. ശരി, ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോ 2004 തെരഞ്ഞെടുപ്പിൽ ഈ 2009 തെരഞ്ഞെടുപ്പിൽ ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 8,15,000 വോട്ടാണ് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി. 2014 വരുമ്പോൾ അത് 9,20,000, ഏതാണ്ട് 1,00,000 വോട്ടിൻ്റെ വ്യത്യാസം. പിന്നീട് അത് ടേൺ ഔട്ട് 2019 വരുമ്പോൾ അത് 10,00,000 വോട്ട്, ഏതാണ്ട് 1,00,000 വോട്ടിൻ്റെ വ്യത്യാസം. ഇത്തവണത്തെ അതിൻ്റെ ടേൺ ഔട്ട് എന്ന് പറയുന്നത് 10,92,574, ഏതാണ്ട് 50,000 വോട്ട് വ്യത്യാസം. ഇവിടെ എവിടെയാണ് ഒരു അട്ടിമറി ഉണ്ടാവുക എന്ന് പറയുന്നത്? 9,20,000 നിന്ന് 10,42,000 പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 10,92,000 ഏതാണ്ട് 52,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അതിൽ മജോറിറ്റി എന്ന് പറയുന്നത് 74,687. കൂട്ടിച്ചേർക്കപ്പെട്ട മുഴുവൻ വോട്ടുകളും കൊണ്ടുപോലും കവർ ചെയ്യാൻ കഴിയാത്ത മാർജിൻ ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അട്ടിമറി സാധ്യത? വിജയം അട്ടിമറിയിലൂടെ മാത്രമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് BJP ചോദിക്കുന്ന ഒരു കാര്യം. ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ഫേസ്ബുക്കിൽ ഇതൊരു മാനിപ്പുലേറ്റഡ് വിക്ടറി ആണ് എന്ന് പറഞ്ഞപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയും നിയമസഭാ അസംബ്ലി മണ്ഡലത്തിൻ്റെയും കണക്കുകൾ സൂചിപ്പിച്ച് ഇത് അതുകൊണ്ടല്ല സുരേഷ് ഗോപിക്ക് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന, സംഭരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന വോട്ടുകളുടെ കണക്കാണ് എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മറുപടി എന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. അതിലെന്താണ് അങ്ങയുടെ മറുപടി? മാധു പറഞ്ഞ 2014, 2019, 2024 തുടങ്ങിയ വോട്ടുകളിൽ വന്നിരിക്കുന്ന ക്രമാനുഗതമായ വർധനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള നിരവധിയായ മാനിപ്പുലേഷനുകളിൽ ഒന്ന്, 6ാമത്തെ ഫോറം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
പിന്നെ മറ്റ് മണ്ഡലങ്ങളിലെ ആളുകളെ വോട്ട് ചേർത്തു എന്നുള്ളതാണ്. അതായത് 18 വയസ്സ് 2024 ജനുവരി മാസം 1-ാം തീയതി പൂർത്തീകരിക്കപ്പെട്ട ആളുകളെ വോട്ട് ചേർക്കുന്നതിന് പകരം മറ്റ് മണ്ഡലങ്ങളിലെ ആളുകളെ വോട്ട് ചേർത്തി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ സ്വാഭാവികമായിട്ട് മറ്റു പല പ്രദേശങ്ങളിലും വന്ന് താമസിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ചേരാൻ ഈ വഴിയിലൂടെ മാർഗമുണ്ട്. ആ സാധാരണ മാർഗമാണ്. ഇവിടെ ചോദ്യം അതല്ല. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് തെറ്റായിപ്പോയെന്നോ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്താണ് നേരത്തെ ഉല്ലാസ് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്ക് ഉല്ലാസിനോട് ഞാൻ ഈ ചർച്ചയിലേക്ക് വരും മുമ്പ് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉല്ലാസ് ഒരു മറുപടി പറയണമെന്നാണ് പറയുന്നത്. അതായത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് നിങ്ങൾ ബോധപൂർവം ഫോം 6 ദുരുപയോഗം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പിന്നെ ആലത്തൂർ മത്സരിക്കുന്നുണ്ട്, ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട്, എല്ലായിടത്തും BJP മത്സരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ നിന്ന് ഇവിടെ 11 പേര് വോട്ട് ചോദിക്കാൻ വന്നതിലൊന്നും ഞാൻ തെറ്റ് പറയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിവിടെ താമസിച്ചതിനെ ഞാൻ ഒരിക്കലും ചലഞ്ച് ചെയ്തിട്ടില്ല എന്ന കാര്യം സുരേഷ് പിന്നെ ഉല്ലാസ് മനസ്സിലാക്കണം. ഞാൻ അതിനെപ്പറ്റി ഇതുവരെ പത്രക്കാരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ ബോധപൂർവം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതായത് ഇവിടുത്തെ സ്ഥിരതാമസക്കാരല്ലാതിരിക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റ് മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നിങ്ങൾ ആളുകളെ ധാരാളമായി കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഒരു വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ്റെ അതത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അതത് മണ്ഡലങ്ങളിലെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ജയിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി മാനിപ്പുലേഷൻ സംബന്ധിച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന 2024 കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ നമ്പർ 1/2024 എന്ന നിലയിൽ ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുന്ന ഇലക്ഷൻ പെറ്റീഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പുറത്ത് നിന്ന് വോട്ട് ചേർത്തിട്ടുണ്ടോ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു 1-2 വാക്കിൽ പറയൂ. അതിനുശേഷം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാത്രം. ഓക്കെ, ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും വിജയ സാധ്യതയുള്ള, നിങ്ങൾ വിജയിക്കും എന്ന നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പരിധിക്കുള്ളിലേക്ക് വോട്ട് മാറ്റി ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. വളരെ ചുരുക്കി അങ്ങനെ അവസരമല്ല ഇത്. ശ്രീ സുനിൽകുമാർ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചാണ്. അല്ല, അദ്ദേഹം ഈ ചോദ്യങ്ങൾ കുറേ നാളായി ചോദിച്ചു തുടങ്ങിയിട്ട്. ഇവർ ഞങ്ങളെ സംബന്ധിച്ച് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ TN സരസു ടീച്ചർക്ക് വോട്ട് എത്ര കൂടിയോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വോട്ട് വർധന വില ഉണ്ടായത്. മാധു ചോദിച്ച ചോദ്യമാണ് അത് കൃത്യമായ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വർധനവ് ഗുരുവായൂർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥി അവിടുന്ന് കൊടുത്തു ചേർത്തു, ഇവിടുന്ന് കൊടുത്തു ചേർത്തു. ഞാൻ അങ്ങയുടെ വാദം അങ്ങയുടെ സുനിൽകുമാർ ചോദിച്ചതിന് മറുപടി അദ്ദേഹത്തിനുള്ള മറുപടി ഒറ്റ സെക്കൻഡ്. അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം പറയും നിയമാനുസൃതമല്ലാതെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ആളുകള് ഈ പറയുകയല്ലാതെ നിങ്ങളുടെ ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ BLOമാരും BLAമാരും പാർട്ടികളുടെ BLAമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിയമാനുസൃതമായിട്ടുള്ള രീതികളിൽ ചേർത്തിട്ടുള്ള വോട്ടുകൾ മൂന്നും നാലും വോട്ടുകൾ ചെയ്തു എന്നാണോ ഇവർ അവകാശപ്പെടുന്നത്? അദ്ദേഹം അനുവദിച്ചു നൽകിയ ഒരു ചോദ്യത്തിന് മറുപടിക്ക് വേണ്ടി നൽകിയ സമയമാണ് ശ്രീ ഉല്ലാസ് ബാബു വഴങ്ങണം. ഞാൻ അങ്ങേക്ക് മര്യാദയുടെ പേരിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയാൻ കഴിയുമ്പോൾ നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ നടക്കുന്ന അർത്ഥമല്ലേ ഉല്ലാസേ? ഞാനും തമ്മിലുള്ള ബന്ധം വെച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും. വേറെ കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഉല്ലാസിനെ അറിയാം. കാരണം ഉല്ലാസ് ഇതൊക്കെ ചെയ്ത് മിക്കവാറും ഉല്ലാസ് തന്നെ ഇതുകൂടെ വെച്ച് ഉല്ലാസിന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ചേർത്തിയെന്നൊന്നും ഉല്ലാസിന് പറയാൻ പറ്റില്ല. ഞാൻ ഉല്ലാസിൻ്റെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഉല്ലാസ് ചിലപ്പോൾ ചേർത്തിയില്ല. ഞാൻ ഈ പറയും മാധു അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ്. ഒന്ന്, ഞങ്ങൾ 4 തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. എപ്പോഴാണ് പരാതി കൊടുക്കുന്നത്? ഇവർ ചേർത്തിരിക്കുന്ന വോട്ടുകൾ മുഴുവൻ 22/1/2024 പട്ടിക പ്രസിദ്ധീകരിക്കുകയും 4/4/2024 അന്തിമ പട്ടിക വരുന്നതിനിടയിലുള്ള സമയത്താണ് ഇവർ ഈ ആളുകളെ അനധികൃതമായി കയറ്റിയിരിക്കുന്നത്. ആ കയറ്റിയിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുക എന്ന് പറയുന്നത് 4 തവണ ഞങ്ങൾ പരാതി കൊടുത്തു. അതിൻ്റെ കോപ്പികളെല്ലാം മീഡിയകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഈ കാണുന്ന പേരുകൾ 37-ാം നമ്പർ ബൂത്തിൽ
ഞങ്ങൾ കൊടുത്ത പേരുകളിൽ പെട്ടിരിക്കുന്ന പേര് 92 പേരുകൾ നമ്പർ അടക്കമുള്ള പേരുകളാണ് നിങ്ങൾ ഇപ്പോൾ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉല്ലാസ് ബാബുവിനോട് ഒരു കാര്യം കൂടെ പറയാം. ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഷാജി കയാർ, അയാൾ വരവൂർ പഞ്ചായത്തിലെ നടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ പഞ്ചായത്തിലെ വോട്ടറാണ്. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ പഞ്ചായത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ്തിയും അവിടെ പഞ്ചായത്തിലെ വോട്ടറാണ്. അദ്ദേഹം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ പൂങ്കുന്നത്തെ 7 നമ്പർ ബൂത്തിൽ 1119-ാമത്തെയും 1121-ാമത്തെയും വോട്ടർമാരായി ഇവിടെ വന്ന് വോട്ട് ചേർത്ത്. നിങ്ങൾ ഏത് റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഒരു ഉദാഹരണമാണ്. ചോറ് വെന്തോ നോക്കാൻ എല്ലാവറ്റും ഞെക്കി നോക്കണമെന്നില്ലല്ലോ. ഞാൻ ഇതുപോലെ 100 കണക്കിന് ഉദാഹരണം പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞ പോലെ എനിക്കും സത്യവാങ്മൂലം നൽകിക്കൊണ്ടുള്ള തെളിവ് കൊടുക്കാൻ പറഞ്ഞ നോട്ടീസ് ഇന്ന് വൈകുന്നേരം വന്നിരിക്കുകയാണ്. ഞാൻ ആ രേഖ നാളെ പുറത്തുവിടാം. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ രാത്രി എനിക്ക് അയച്ചു തന്നിരിക്കുന്ന, വാട്സപ്പ് വഴി അയച്ചു തന്നിരിക്കുന്ന എനിക്കുള്ള നോട്ടീസ് രാഹുൽ ഗാന്ധി കൊടുത്ത പോലെ അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ 20/3 അനുസരിച്ചുള്ള നോട്ടീസ് എനിക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ തെളിവ് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ തെളിവ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ഭാരവാഹിയാണ് ഷാജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേലക്കരയിലെ പ്രധാനപ്പെട്ട ആളാണ് അയാൾ. ചേലക്കരയിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, അവിടെ വോട്ട് ചെയ്യേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിൽ, ഇവിടുത്തെ ഈ ഏതാണ് ഫ്ലാറ്റ്, ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ 1121 നമ്പർ സീരിയൽ നമ്പറിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 19 നമ്പറിലായിട്ട് അദ്ദേഹത്തിന്റെ ഈ 3 മാസം കൊണ്ട് വളരെ ത്വരിതഗതിയിൽ ആ വോട്ടുകൾ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അത് രാഷ്ട്രീയ വോട്ടുകൾ. ഒരു കാര്യം മാധു, ഒരു കാര്യം പറയട്ടെ മാധു, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറയട്ടെ മാധു. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഉല്ലാസിനോട് പറയുന്ന ഒരു കാര്യം, ഉല്ലാസെ, നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിങ്ങൾക്ക് നാട്ടിക നിയോജക മണ്ഡലം മാത്രമല്ല എല്ലാ നിയോജക മണ്ഡലങ്ങളും നിങ്ങൾ 1ാം സ്ഥാനത്തായിരുന്നു. നിങ്ങൾ ഞങ്ങളെ 3ാം സ്ഥാനത്താക്കിയ മണ്ഡലങ്ങളുണ്ട്. അസാധാരണമായ നിലയിൽ തൃശ്ശൂരിലുണ്ടായിട്ടുള്ള BJPക്കുള്ള വോട്ട് വർധനവ് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അത് ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിൽക്കാണ്. ഉല്ലാസെ, 29 ശ്രീ ഉല്ലാസ് ബാബു, ഈ 2 വോട്ടർ പട്ടികകൾക്കിടയിലെ തീവ്ര കൂട്ടിച്ചേർക്കൽ തൃശ്ശൂരിലുണ്ടായോ? ഇനി എനിക്കൊരു കുറച്ച് നേരം മാധു, ഞാൻ അതിൻ്റെ വിശദ വിവരം ഞാനൊരു കാര്യം മാധു ആദ്യം വേഗം ചുരുക്കി പറയാം. മാധു ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ 3 മാസം മുമ്പേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ദ്രുതഗതിയിൽ ചേർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ തന്ന സമയത്ത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദ്രുതഗതിയിലായിട്ട് വോട്ടുകൾ ചേർക്കുക. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, നാട്ടിക മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരു നാട്ടികവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങൾ, അത് നാട്ടിക ആയിക്കോട്ടെ, പുതുക്കാടായിക്കോട്ടെ, ഇരിഞ്ഞാലക്കുട തൃശ്ശൂരായിക്കോട്ടെ, ഗുരുവായൂർ, എന്താ പറയുക, ഉല്ലൂരായിക്കോട്ടെ, എല്ലായിടത്തും സുരേഷ് ഗോപി തന്നെയാണ് ലീഡ് ചെയ്തത്. ഒരു പ്രയാസം അതിനകത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു KR ഷാജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആ പോയിന്റ് ബൈ പോയിന്റ് തന്നെ സുനിലേട്ടൻ മറുപടി തരാം. അദ്ദേഹം ഇപ്പോൾ ഒരു അറിവുപൂർവ്വം പറയുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ വോട്ടുണ്ട്. ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലിസ്റ്റിൽ വോട്ടുണ്ട്. എന്നാൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അവർ തൃശ്ശൂരാണ് വോട്ട് ചെയ്തത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയും രണ്ടും രണ്ടാണെന്നും അതിനുശേഷം മാത്രമാണ് അതിലേക്ക് ഇനി കൂട്ടിച്ചേർക്കലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി അങ്ങയുടെ അറിവിലേക്ക് ഞാൻ കൃത്യമായി പറയുന്നു. കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ഇതേ വിഷയം ഇന്നലെ പറഞ്ഞിരുന്നു. അത് തെറ്റാണ്. രണ്ട് പട്ടികയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അഭിലാഷ് കുമാറിലേക്ക് ഒരു 30 സെക്കൻഡ് കൂടി പോണത് കൊണ്ടാണ് എന്റെ കയ്യിൽ നിന്ന് ആ സമയത്തിന്റെ അത് പോയതുകൊണ്ടാണ്. അങ്ങോട്ട് ക്ഷമിക്കണം. ശ്രീ അഭിലാഷ്, എന്താണ് ഈ ആരോപണങ്ങളുടെ നിയമപരമായ ഗതി, വഴി, വിധി? മാധു, ആദ്യം തന്നെ പ്രിയപ്പെട്ട ശ്രീ ലിജു പറഞ്ഞതിനോട് ഞാൻ വീണ്ടും ഒന്ന് വിയോജിച്ചു കൊള്ളട്ടെ. കാരണം അദ്ദേഹം ഇരിക്കുന്ന കസേരയിലാണ് ഞാനിരുന്നതെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാമായിരുന്നു. അഭിഭാഷകനായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ശകുൻ റാണിയെക്കുറിച്ച് പറഞ്ഞതാ. കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ നോട്ടീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പ്രിലിമിനറി എൻക്വയറി ഓൾസോ റിവീൽസ്. ഓൾസോ എന്ന് പറഞ്ഞാൽ അവരൊരു പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിലും വീണ്ടും ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഈ 45 ദിവസത്തിനുള്ളിൽ CCTV വിഷ്വൽസ് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളത് അത് ജൂൺ 2025 ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനമാണ്. എന്തുകൊണ്ട് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. സമയം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു.
ന്യൂസ്.